നമസ്കാരം. മഴ മലയാളികൾക്ക് എന്നും ഒരു വികാരമാണ്. പക്ഷേ എല്ലാവരും അത് ഒരുപോലെയാണോ അനുഭവിക്കുന്നത്? ഞാൻ അവതരിപ്പിക്കുന്നു മഴ. ഇന്ന് സ്കൂളിൽ പോണാ? ഒന്ന് വയ്യങ്ങളെ, എന്തെങ്ങനെ മഴക്കാരൊക്കെ ഉണ്ടല്ല. റെഡ് അലേർട്ടൊക്കെ ഉണ്ടോ നോക്കുന്ന. എന്ത് ആരണ്ട അടകിടുന്ന് കാറണ്ട്? ഒന്ന് മുണ്ടാണ്ട് ഇന്നൂടെ മനുഷ്യനാ മൂടാ കളയാനായിട്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോഫി വിത്ത് ഡോക്ടർ വരുണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്ന വാർത്ത കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതെ, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല. അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റിനകം അതാ 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 പൊട്ടി 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 ഉരുൾ പൊട്ടി. 1 2 3 10 വീടുകളാണ് മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 30ഓളം ആളുകൾ മണ്ണിനടി. കരച്ചിലിന് നോയ്സ് കയറി വരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള ആൾക്കാരില്ലേ? ആരാ ഫീൽഡിൽ നിന്ന് മാറ്റേ? ഇതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാ. അന്ന് എന്നെ കളിയാക്കിയവരൊക്കെ ഇപ്പൊ എവിടെയാ എവിടെയാ കാണാനില്ല. ഭഗവാന്റെ ലക്ഷ്യം മഹാഭൂരിപക്ഷത്തിന്റെ സന്തോഷം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ താണ് ചില ആൾക്കാർക്ക് അവിടെയും ഇവിടെയും ചെറിയ ചില പൊട്ടലോ ചീറ്റലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നും നമ്മൾ കണ്ടു നടിക്കേണ്ട ഒരു കാര്യമില്ല. ഈ മനുഷ്യമൃതിയുടെ അത് പറഞ്ഞിട്ടില്ലോ, വായിച്ചിട്ടില്ലാവോ? നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നു അങ്ങോട്ട് വായിക്കരുത്. അയ്യോ, ആരാ അവിടെ കിടന്ന് കടയണതാ? അവിടെ വായയിൽ 2 കദളിപ്പഴം അങ്ങോട്ട് തിരിക, പൂക്കട്ടെ കാവടി. കടിൻ്റെ മക്കളെ, നിങ്ങൾ എന്തിനീ മലകളിടിച്ചു കുന്നുകൾ നിരത്തി മരങ്ങൾ വെട്ടി റിസോർട്ടുകൾ പണിത് പാർക്കുന്നു? കടിൻ്റെ ആരാ അവിടെ ഈണത്തിൽ കരഞ്ഞ് സപ്പോർട്ട് ചെയ്യണത്? കവിത നന്നായി കൈയടിക്കല്ലേ ചെയ്യാം. കടിൻ്റെ മക്കളെ, ഈ മഴ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊരു പ്രസ്ഥാനാണ്. എന്തൊരു രസം. അതായത് നമ്മളൊരു 6:30-7 മണി സമയത്ത് കടയെ പൂട്ടി വീട്ടിലാ ചെന്ന് 2 അടിച്ച് 2 പോക്കൊക്കെ വാരി ചെന്ന് ഇങ്ങനെ ഇരിക്കുക. എന്തൊരു സുഖം. മഴ അടിപൊളിയാണ്. ആരാണ്ട് അവിടെ കിടന്ന് കരയുന്നത്? അവരുടെ അടുത്തൊന്ന് തൊള്ള പൂട്ടിരിക്കാൻ പറഞ്ഞു. എന്ത് കഷ്ടം നോക്കി മനുഷ്യർ പരിപാടിയാണ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഉരുള് പൊട്ടിയ മേഖലയിലാണ് ഗൈസ്. നോക്കൂ ഗൈസ്, മനുഷ്യ മനസാക്ഷി കണ്ണീരണിയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഗൈസ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിനൊക്കെ കാരണം? അതെ, അതാ കമന്റ്സിൽ പറയുന്നത് പോലെ ഇവിടുത്തെ ആളുകൾ ഈ മരങ്ങൾ വെട്ടുകയും മലകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ഗൈസ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. ഒന്നും മിണ്ടാതിരുന്നൂടെ? ഇവിടെ ഒരു കാര്യം ചെയ്യണ കോമൺ സെൻസ് വേണം. ഞാളല്ല, മരങ്ങൾ വെട്ടിയതും മല നശിപ്പിച്ചതും റിസോർട്ട് പണിതതും ഒന്നും ഞാളല്ല. കാട് കയറി വന്നങ്ങളാ. എനിക്കൊരു കുഞ്ഞനീതി ഉണ്ടായിരുന്നു. ഉള്ള കാതില് ഒരു കുഞ്ഞ ലോലാക്കുണ്ടായിരുന്നു. ഓൾ അതിട്ട് കൂടെ ഓടി അടക്കും. കഴിഞ്ഞ ഉരുൾപൊട്ടല് കൂരൊലിച്ചു പോയി. ഞാൻ ഇടയ്ക്ക് ഓടി അടന്ന് തപ്പി. അവസാനം മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത് ഓളാൽ ഓലാക്ക് മാത്ര. ആളല്ല. ഇങ്ങനെ കേക്കള കരച്ചിലുണ്ടല്ല, ഞാളുടെ കുട്ടികളുടെ. ആകാശരുണ്ടാല് പേടിച്ചരണ്ടിരിക്കുന്ന ഞാളുടെ കുട്ടികളുടെയാ, ഞാളല്ല. മഴയുടെ ചാരുതയിൽ കോൾമയർ കൊള്ളുമ്പോൾ മലയാളികളെ, ആകാശം ഇരുണ്ടാൽ പേടിച്ചരണ്ട് ജീവിക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട് നമുക്കിടയിൽ. അവരെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതില്ലേ? നന്ദി, നമസ്കാരം.